മക്കളെ, അമ്മേ, എവിടെയടി അവൻ? എന്റെ കണ്ണൻ എവിടെ? അല്ലെങ്കിൽ സ്വന്തം മോളെക്കാളും സ്നേഹം കൂടുതല് അമ്മയ്ക്ക് മോനോടാ. പോന്നി ചുമ്മാ. അവൻ എന്തിയേ? ഞാൻ ഇവിടെ ഉണ്ട്. എന്റെ കണ്ണ, മുത്തശ്ശേരി പൊന്നെ, ഓർമ്മ ഉണ്ടോളൂ നിനക്കെന്നെ? ഏയ് ഇല്ല അമ്മേ. ആരമ്മ ഇത്? ഡാ കള്ള, കേറി വാടാ ഇങ്ങോട്ട്. മുത്തശ്ശി, തല്ല് കൂടുതലും വർത്താനം പറിച്ചിലൊക്കെ പിന്നെ. എനിക്ക് നല്ല വിശപ്പുണ്ട്. വന്നേ, വല്ലതും കഴിക്കാം. അയ്യവ, എന്താ ഒരു ടേസ്റ്റ്. മുത്തശ്ശിയുടെ പ്രിപ്പറേഷൻ ആയിരിക്കുമല്ലേ? ഏയ്, ഒക്കെ ഉണ്ണി ഉണ്ടാക്കിയ. ഉണ്ണിയോ? അല്ല, എന്നിട്ട് ഉണ്ണി എവിടെ? ഒക്കെ ഉണ്ടാക്കി പെറുക്കി വെച്ച് പോയേക്കുവാ. നീ വൈകിട്ടേ വീട്ടിലെത്തു. ഉത്സവം വരെയല്ലേ, കമ്മിറ്റിയിലും മറ്റും ഉണ്ണിയെ കുട്ടിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ പിന്നാലെ നടക്കാനേ നേരമുള്ളൂ. വലിയ ആളായില്ലേ? ഹാ, പായസം കൂട്ടി കഴിക്കണ? അതൊക്കെ ഓരോ തവണ കഴിച്ചു മുത്തശ്ശി, ഇനിയും പറ്റില്ല. കണ്ണ, ഒറ്റയ്ക്കെങ്ങും പോവാണ്ടാട്ടോ. ഉണ്ണി വരട്ടെ, ഉണ്ണിയും കൂട്ടി വിടാം. ഏയ് ഇല്ല മുത്തശ്ശി, ഞാൻ അങ്ങ് പോണില്ല. ചുമ്മാ ഇവിടെ. എന്താണ് അവിടുത്തെ വിശേഷങ്ങൾ? പറ, കേക്കട്ടെ. പ്രത്യേകിച്ചൊന്നുമില്ല. മുത്തശ്ശിയെ കണ്ടു, കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. ആ, നീ പുറത്തൊന്നും കാണാൻ പോയില്ലേ? ഞാനിങ്ങ് വന്നതല്ലേടാ ഉള്ളൂ. കാണാൻ ഇനി സമയമുണ്ടല്ലോ. പിന്നെ മുത്തശ്ശി ഏതോ ഒരു ചെറുക്കനെ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ആളും കൂടെ വരുമെന്നാ പറഞ്ഞേ. കുഞ്ഞേച്ചി, അങ്ങോട്ട് നോക്കിയേ. ആ ചെക്കൻ കൊറേ നേരമായിട്ട് കുഞ്ഞേച്ചിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നേ. ആ, അത് ഞാൻ ശ്രദ്ധിച്ചൂടാ. അങ്ങേറ്റൊരു പക്ഷേളം നോട്ടും ചിരി കണ്ടാ തന്നെ അറിയാം. നല്ല അസൽ കോട്ടകൾ തന്നെ. എന്നാൽ ഈ നാട്ടുകാരനല്ല, അതിർപ്പ. ഇവനെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. നീ വാ. ദോ, ഒന്ന് നിന്നെ. എന്നെയാ? ആ, നിന്നെ തന്നെയാടാ കാട്ടുപോയി. കാട്ടുകോഴിയാ? ഞാനേതോ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. അറിഞ്ഞിട്ട് എന്തിനാണാവോ? ആഹാ, അത് ശരി. ഞങ്ങളെ നോക്കി കമന്റ് അടിച്ചതും പോരാ, എന്നിട്ട് ഇങ്ങോട്ട് ചോദിക്കുന്നു. അതിന് ഞാൻ നിങ്ങൾ ഇപ്പോഴല്ലേ കാണുന്നേ? പിന്നെ ഞാൻ എങ്ങനെ? ഓ, ചിലപ്പോ ഞാൻ കോൾ ചെയ്തപ്പോ. ആ, താനൊന്നും പറയണ്ട. അതെ, ഒന്ന് പോയേ. നിങ്ങളോട് സംസാരിച്ചിട്ട് എനിക്ക് തീരെ താല്പര്യമില്ല. ഓ പിന്നെ, ഞങ്ങൾക്ക് പിന്നെ വലിയ താല്പര്യമാണ് ഇരിക്കുന്നത്. ചേടാ, ഇത് വലിയ കഷ്ടായല്ലോ. താൻ ഇനി കഷ്ടപ്പെടാൻ പോണേ. ഓഹോ, ഇങ്ങനാണോ? നടക്കില്ല മോനെ. ഇതെന്തോന്നിത്? ഇത് വെറും മണ്ണേടാ. അതുകൊണ്ട് നമുക്ക് ഇവനെ കൊണ്ട് ഏറ്റെടുപ്പിക്കും. പറഞ്ഞത് മര്യാദക്ക് ചെയ്തോ, ഇല്ലെങ്കിൽ ഞാൻ ഒന്ന് ഒച്ച വെച്ചാൽ മതി. പിന്നെ തന്റെ കാര്യം പോക്കാം. എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത്. വെരി ഗുഡ്. ആൺകുട്ടികളായ ഇങ്ങനാണ്. നിന്നെ ഞാൻ എടുത്തോളാടി കുണ്ടുമുളകെ. ആ, എടുത്തെടുത്ത് മറന്ന് ഞാൻ ഓർമ്മിപ്പിക്കാട്ടോ. ഞാനിവിടൊക്കെ തന്നെ കാണും. ഉണ്ണി, നീ ഇപ്പഴാ വരുന്നേ? ആ കുട്ടികളുടെ കൂടെ കളിച്ചു വന്നിട്ടുണ്ടാവും അല്ലേ? ഏല്ല മുത്തശ്ശി, ഞാൻ അടുത്ത പോകുന്ന വരണ വഴിക്ക്. ഉണ്ണി, ദേവിയമ്മേ. ചോ, എത്ര നാളെ എന്റെ മോളെ നിന്നെ കണ്ണ് കണ്ടിട്ട്. ഒന്നും മറന്നിട്ടില്ല എന്റെ കുട്ടി. ദേവിയമ്മേനൊക്കെ അങ്ങനെ മറക്കാൻ കഴിയും എനിക്ക്? മരിച്ചു പോയന്റെ അമ്മ കഴിഞ്ഞ ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഈ ദേവിയമ്മേനെ. അയ്യേ, ദേവിയമ്മ കരയാ. എവിടെ കണ്ണേട്ടനെവിടെ? ആ, ദേ പറഞ്ഞ നാവ് വായിലിട്ടില്ല. ദേ വന്നല്ലോ. അയ്യോ, അതപ്പോ കണ്ണേട്ടനായിരുന്നോ? എന്റെ കൃഷ്ണ, കണ്ണേട്ടൻ പെട്ടെന്ന് അംശമേസം വന്ന് ഒക്കെ മറന്നു പോണേ. ഇതാടാ മാളു, പ്രതാപൻ മാമന്റെ മോള് മാളവിക.
ചെറുപ്പത്തില് നിങ്ങൾ രണ്ടാളും ഒരുമിച്ചായിരുന്നു എപ്പോഴും. എന്റെ ഭഗവാനെ, ഇതെന്തോന്ന് നോട്ടായത്? നോക്കി ദഹിപ്പിക്കുവാണല്ലോ. എടുക്കാൻ മറന്ന ഓർമ്മിപ്പിക്കാനും പറഞ്ഞ വലിയ ഡയലോഗ് അടിച്ചു. കൃഷ്ണ, മൂർഖനെയാണല്ലോ ഞാൻ ചവിട്ടിയത്. എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. നീ നോക്കിക്കൂടി, നിന്നെ ഞാൻ ഇക്ഷ ഇഞ്ഞ ഇത്ര ഇപ്പ അതൊക്കെ ഞാൻ എഴുതിപ്പിക്കൂടി കൊണ്ടുമുളകെ. എന്താ രണ്ടാളും മിണ്ടാണ് നിൽക്കുന്നേ? നമ്മൾ നിക്കള ഉണ്ടാവൂന്നേ. ഉണ്ണി, നീ നാളെ കണ്ണന് എവിടെയൊക്കെ ഒന്ന് കാട്ടി കൊടുക്കണം കേട്ടോ. മുത്തശ്ശി. ഉണ്ണിമോളെ, ഇത് കുറച്ച് ചൂടുവെള്ള മോന്റെ റൂമിൽ കൊണ്ടുവച്ചേക്ക്. ആ, എന്തേ? അല്ല മുത്തശ്ശി, ഞാൻ അതെ, നീ തന്നെ കൊടുക്കണം. ചെല്ലേ. ആളിവിടെ ഇല്ലാന്ന് തോന്നുന്നു. ഭാഗ്യം. ഒരാളുടെ മുറിയിലേക്ക് കയറുമ്പോ ആ ആളുടെ അനുവാദം ചോദിക്കുക എന്നത് ഒരു സാമാന്യ മര്യാദയാണ്. അതും ഒരു അവിവാഹിതനായ ഒരു പുരുഷന്റെ മുറിയിലേക്ക്. ഇതൊന്നും കളപ്പുരക്കൽ വീട്ടിലെ പെൺകുട്ടിക്ക് അറിയില്ല എന്നുണ്ടോ? അല്ല, അത് പിന്നെ ഞാൻ ഇവിടെ ആരും കണ്ടില്ല. എന്നാ വേഗം വെച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. വൈകുന്നേരം ഈ നാവിന് നല്ല നീളമായിരുന്നല്ലോ, ഇപ്പൊ എന്തു പറ്റി? സോറി, കണ്ണേട്ടനായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സോറി. ഞങ്ങൾ ആദ്യം വിചാരിച്ചു കണ്ണേട്ടൻ കമന്റ് അടിച്ചു പോന്ന്, പിന്നെ മനസ്സിലായി കോഴിയായിരുന്നെന്ന്. ഐ എം സോറി കണ്ണേട്ട. ഈ സോറി കൊണ്ട് നാവില്ലല്ലോ. പിന്നെ ഞാനെന്താ ചെയ്യേണ്ടത്? എന്നെ കൊണ്ട് 10 തവണ എത്തടിപ്പിച്ചല്ലേ, അതുകൊണ്ട് മോളൊരു 20 തവണ എത്തടണം. 20? അതെ, 20. ഇംഗ്ലീഷിൽ 20 എന്ന് പറയും. ആ വേണ്ട, പോയിക്കോ. പറഞ്ഞയുടെ മണം വന്നാ എന്താ വിളക്കം? എന്നാ 3 നേരത്തിന് പകരം 4 നേരം വെട്ടി വീഴാൻ തരുന്ന എന്നോടൊക്കെ സ്നേഹം. ആഹാ, നിക്കണുണ്ടല്ലേ. അതെ, നിന്റെ വയലോട്ട് വലുതും പോണെങ്കിലേ ഈ ഞാൻ തന്നെ വിചാരിക്കണം. എല്ലാരും പറയും മനുഷ്യരെക്കാൾ നല്ലതും മൃഗങ്ങളാണ്. എവിടെ ഒക്കെ വെറുതെ, രണ്ടും കണക്കാം. മുത്തശ്ശി, ആ കണ്ണ, നീ എണീറ്റോ? ഞാൻ ഉണ്ണിയെ പറഞ്ഞു വിടാതിരിക്കുമായിരുന്നു. നീ ഇവിടെ ഇരിക്കേ, വാ കഴിക്കാം. എല്ലാരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. കണ്ണനെ ഇവിടുത്തെ സ്ഥലമൊക്കെ കാട്ടിക്കൊടുക്കാൻ മുത്തശ്ശി ഉണ്ണിയെ പറഞ്ഞേൽപ്പിച്ചു. ഉണ്ണി ആദ്യം പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും മുത്തശ്ശിയുടെ വാക്കുകൾ അനുസരിക്കുക അല്ലാതെ അവക്ക് വേറെ വഴിയില്ലായിരുന്നു. ഇന്നെന്താ പെട്ടെന്ന് ചാർജ് വന്നു പോയോ? ഫോണിൽ ചാർജ് ഒക്കെ ഉണ്ട്. അതല്ല, തന്റെ കാര്യം ചോദിച്ചേ. ഇവിടെയാണ് ഞാൻ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കണേ. അമ്മയായിരുന്നു ഇന്ന് നടത്തിക്കൊണ്ടിരുന്നത്. അമ്മയുടെ മരണശേഷം പിന്നെ ഞാനായി. ഒരു 3 മണിക്കൂർ വെയിറ്റ് ചെയ്യാമോ? അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ പോവാം. എനിക്കിതൊക്കെ കാണാലോ. അവർ ക്ലാസ്സിലേക്ക് കയറിയപ്പോ അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ എന്തൊക്കെയോ പിറുപിറുക്കുകയും മറ്റു ചില കുട്ടികൾ കൈകൊണ്ട് എന്തൊക്കെയോ ഉണ്ണിയോട് സംസാരിക്കുന്നു അവൻ ശ്രദ്ധിച്ചു. തിരിച്ചു മറുപടി എന്നവണ്ണം അവൾ എന്തൊക്കെയോ ആ കുട്ടികളെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഒന്നും മനസ്സിലാകാതെ അവൻ അവിടെ തന്നെ നിന്നു. ഇതല്ല ടീച്ചർ, ടീച്ചർ പറഞ്ഞ അതെ. அலைகளின் கவிதை பிறக்குது கனவே, இதயம் துடிக்குது துடிக்குது மனமே. பால் மழை பொழிந்தாலும் முகம் நினைத்தேன், வைகை கரையில் நான் தேடி வருவேன். அலைகளின் கவிதை பிறக்குது கனவே, இதயம் துடிக்குது துடிக்குது மனமே.
ചിലർ ക്ലാസ്സിലേക്ക് കയറി വന്നു. ഉത്സവത്തിന്റെ എന്തോ കാര്യത്തിനെ പറ്റി പറയാനായിരുന്നു. ക്ലാസ് പകുതിയാക്കി ഒരു കുട്ടിയെ നോക്കാൻ ഏൽപ്പിച്ച ശേഷം അവൾ അവരെയും കുട്ടി പുറത്തേക്ക് പോയി നിന്നു സംസാരിച്ചു. ഉണ്ണി കാണാതെ കണ്ണൻ ആ കുട്ടികളുടെ അടുത്തേക്ക് പോയിരുന്നു. തന്റെ ക്യാമറയിൽ പകർത്തിയ ചിത്രങ്ങൾ അവർക്ക് കാട്ടിക്കൊടുത്തു. കുട്ടികളെല്ലാം അവന്റെ അടുത്തേക്ക് ഓടിക്കൂടി. നിങ്ങളെ ടീച്ചറിനെ ഇഷ്ടായോ? എങ്ങനെയുണ്ടാള്? ആ, കുഴപ്പമൊന്നുമില്ല, കൊള്ളാം. ദൈവമേ, ഈ പോക്ക് പോയ ആ കുട്ടികളൊക്കെ കണ്ണേട്ടനോട് പറയും. പക്ഷേ ടീച്ചറിന് ചേട്ടന് നല്ല ഇഷ്ടാ. എന്താ അവൾ അങ്ങനെ പറഞ്ഞോ? പിന്നെ അല്ലാതെ കുട്ടിക്കാലം മുതലുള്ള ഇഷ്ടാണത്രേ. ശരിക്കും? നിന്നോട് നോക്കാൻ പറഞ്ഞിട്ട് നീ അവരോട് വർത്താനം പറഞ്ഞു നിൽക്കുവല്ലേ? മതി, ഇന്നിത്രയും മതി. എല്ലാരും വീട്ടിൽ പോയിക്കോ, ബാക്കിയൊക്കെ പിന്നെ. വാ പോകാം. ഇതാ അമ്പലം. കണ്ണേട്ടന് ഓർമ്മയുണ്ട് ഇതൊക്കെ? ആ, ചെറിയൊരു ഓർമ്മ. ആ, അപ്പൊ എന്നെ ഓർമ്മയില്ലെന്ന് സാരം. ആ, നമുക്ക് ഈ പുഴക്കത്ത് കൂടെ പോവാം. ഇതുവഴി പോയാ നേരെ വീടിന് ഉമ്മറത്തെത്തും. അപ്പോ ഈ വഴിയിലുള്ള കാഴ്ചയും കാണാം. നേരെ വീട്ടിൽ കയറി വല്ലതും കഴിക്കുകയും ചെയ്യാം. പൂവേ പൂവേ താഴം പൂവേ നെഞ്ചിൻ നാളം നീ. പൂവേ പൂവേ താഴം പൂവേ നെഞ്ചിൻ നാളം നീ. വീണ്ടും വീണ്ടും കാണാൻ തോന്നും മായാജാലം നീ. അഴകെ ആഴിക്കണ്ണാലെ തഴുകും അമ്പിളിക്കുഞ്ഞോളെ അരികിൽ ചേർന്നിരിക്കൂലേ നിലവേ. വെറുതെ വാടി നിൽക്കാതെ ചിരിയിൽ മുത്തുകുടഞ്ഞാട്ടെ മഴവിൽ ചന്തമേ എന്നുമെൻ സ്വന്തമേ. കിളിയെ തത്തക്കിളിയെ കൊഞ്ചി പറന്നൻ കൂട്ടിലെത്തൂലെ നിറയെ ചിന്നിച്ചിതറും കൊതിയായി. കുറുമ്പേ കള്ളക്കുറുമ്പേ ഉള്ളിലൊളിക്കും നാണമെന്താണ് പുലരെ മുത്തിപ്പുണർന്നൊന്നലിയാ. തങ്കമേ 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 തന്നാനേ. മായം കാട്ടി മയക്കിടല്ലേ, മാനത്തോടെ നടത്തിടല്ലേ, കാതിലെന്ന് ചൊന്നതെല്ലാം നേരാണോ? നിന്നെ മാത്രം ഓർത്തിരുന്ന് കനവുകൾ കോർത്തെടുത്ത് പുടമുറി കാത്തിരിക്കും നാടൻ പെണ്ണായി. അഴകെ ചങ്കുലക്കണ ചോദ്യമിതെന്റെ, തീയരിക്കണോ രാധിയുമെന്റെ. നമ്മൾ രണ്ടും രണ്ടായെന്നാൽ ലോകം തീരില്ലേ. ചിയോദിക്കാവിലെത്തി വിളക്കു കൊളുത്തി നാടറിഞ്ഞൊരു താലിയും കെട്ടി കയ്യിൽ കൈയും കോർത്തും കൊണ്ടേ കൂടെ കൂട്ടും ഞാൻ. മഴവിൽ ചന്തമേ നീയൻ സ്വന്തമേ തന്താനേ തന്താനേ തന്താനേ. പൂവേ പൂവേ താഴം പൂവേ നെഞ്ചിൻ നാളം നീ. വീണ്ടും വീണ്ടും കാണാൻ തോന്നും മായാജാലം നീ. അഴകെ ആഴിക്കണ്ണാലെ തഴുകും അമ്പിളിക്കുഞ്ഞോളെ അരികിൽ ചേർന്നിരിക്കൂ
കിളിയെ തത്ത കിളിയെ കൊഞ്ചി പറന്നൻ കൂട്ടിലെ തൂലെ നിറയെ ചിന്നിച്ചിതാറും കൊതിയായി കുറുമ്പേ കള്ളക്കുറുമ്പേ ഉള്ളിലൊളിക്കും നാണമെന്താണ് പുലരെ മുത്തിപ്പുണർന്നൊന്നാലിയാ നിന്റെ കണ്ണുകൾ എന്തോ എന്നോട് പറയുന്നുണ്ട്. എന്ത്? എന്നോടുള്ള നിന്റെ പ്രണയം. അത് പോയതാണേട്ടാ. പറയടി, ഈ കണ്ണുകളല്ലേ പറയുന്നത്? അത് നാളെ വൈകിട്ട് കാവല് വാ, പറയാം. ഉണ്ണി, നീ എന്താ അന്വേഷിക്കുന്നേ? കണ്ണിട്ട് വെള്ളം കൊടുക്കണ പാത്രം നോക്കുമായിരുന്നു. ആ, അത് ഞാൻ കൊണ്ടുപോയി വെച്ചു. ആണോ? ശരി, ഇനിയിപ്പോ എന്ത് പറഞ്ഞ അങ്ങോട്ട് ചെല്ലാം. ആ മോളെ, നാളെ അമ്പലത്തിൽ വരെ പോകാൻ പറ്റുമെന്ന് കണ്ണനോടൊന്ന് പോയി ചോദിച്ചിട്ട് വരാമോ? എനിക്ക് പടി കയറാൻ വയ്യ. ഇനി അവനെ വല്ല അസൗകര്യം കാണുമെന്ന് അറിയില്ലല്ലോ. ആ മുത്തശ്ശി, ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. ഇനി പറ, എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഒരു കാര്യമില്ലാതെ നീ ഇങ്ങോട്ട് വരില്ലെന്ന് എനിക്കറിയാം. അത് നാളെ മുത്തശ്ശിയുടെ കൂടെ അമ്പലത്തിൽ വരാൻ പറ്റുമോ ചോദിക്കാൻ പറഞ്ഞു വിട്ടതാ. എന്നാ ചോദിക്ക്. വരാൻ പറ്റുമോ? ആളും ഉണ്ടോ? എന്നാ ഞാനും വരാം. ഇല്ലെങ്കിൽ ഞാൻ തിരക്കിലായിരിക്കും. ഞാനില്ലെങ്കിൽ എന്താ ഇത്ര തിരക്ക്? മാളും എവിടെയുണ്ടോ അവിടെ ഒക്കെ ഞാനും ഉണ്ടാക്കും. ഐ ആം വെരി ബിസി വിത്ത് മാളു. അയ്യ, കഞ്ചല്ലേ. വിട്ടെ, ഞാൻ പോട്ടെ, നേരം കുറേ. ഏയ് നിക്ക്, ഞാനിന്ന് ചോദിച്ചതിന്റെ മറുപടി നാളെ പറയാന്നല്ലേ പറഞ്ഞത്, അപ്പൊ നാളെ പറയാം. But I can't wait. ഉണ്ണി, അമ്മ, ഉണ്ണി ഇവിടെ ഉണ്ട്.
സൂര്യ. Hey, Yami, what a surprise! ആ ഇതാരത്? മോളിത് പോന്നു. ദാ ഇപ്പൊ വന്നേയുള്ള ആന്റി. നാട്ടിലുണ്ടെന്ന് ഇവനൊരു വാക്ക് എന്നോട് പറഞ്ഞില്ല. ഒക്കെ അറിയാം ഇവന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി തന്നെ വേണ്ടി വന്നു. എന്നാ പിന്നെ ഇവിടെ ഒരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു. അതെന്നെ അറിഞ്ഞ് മോളോട് പറയാണ്ടെന്നെ. ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞില്ല അമ്മ. വളരെ കുറച്ചു പേരോട് മാത്രമേ പറഞ്ഞുള്ളൂ. ആരോട് പറഞ്ഞില്ലെങ്കിലും എല്ലാം നിങ്ങളോട് പറയുന്നല്ലേ. ഓ, അയിനിപ്പ എന്താ, അവള് വന്നില്ലേ, അത് വിട്. യാമി, ഇതാണ് എന്റെ മുത്തശ്ശി. ഹായ് മുത്തശ്ശി. പിന്നെ ഇതെന്റെ മാമന്റെ മോള മാളവിക. എല്ലാരും ഉണ്ണീന്ന് വിളിക്കും. ഹലോ ഉണ്ണി. അവള് ഡാൻസ് ടീച്ചറാ. എന്നെ മോളിവിക ഡാൻസ് പ്ലീസ് പ്ലീസ് പ്ലീസ്. വേണ്ടാത്ത പണിക്ക് പോണോ മോളെ? നീ ഒന്ന് പോടാ. ഇവളങ്ങനെ പലതും പറയും. ഇപ്പൊ വെയില് കൊണ്ടേന്റെയാ. നീ വന്നേ. സൂര്യ. എന്തോ എന്നാ യാമി? എന്നാ യാമി? ഒരു യാമിയുണ്ട്, സൂര്യയുണ്ട്. എവിടെ നോക്കിയാലും ഇതുങ്ങളെ രണ്ടിനെ കാണാനില്ലല്ലോ. ഇങ്ങനെ പോയാ ഇവെല്ലാം നാട് വിടും. നോക്കിക്കോ. ആരേ മാളവിക? അത് ഞാൻ പറഞ്ഞല്ലോ, എന്റെ മാമന്റെ മോളാ. അത്രേ ഉള്ളൂ. ഇനി എന്താ? എന്റെ മോനെ ദിനേശ, നീ ഇങ്ങോട്ട് നോക്കിക്കേ. യാമിന്റെ അടുത്താണോ നിന്റെ ഈ വിളിച്ചു കളി? അവള് നിനക്ക് നിന്റെ മാമന്റെ മോള് മാത്രല്ല, അവളോടുള്ള നിന്റെ പ്രണയം ഇങ്ങനെ നിറഞ്ഞ കവിയുമാണെന്നും എനിക്കറിയാം. ചെക്കന് നാണമൊക്കെ വരുന്നുണ്ടല്ലോ. യാമി, വേണ്ടാട്ടോ. എന്ത് വേണ്ടെന്ന്? എന്നെ അറിയാലോ, വെറുതെ എന്റെ കൈക്ക് പണി ഉണ്ടാക്കില്ല. അവൾ അവനെയും കാത്ത് ആ കാവൽ ഒറ്റയ്ക്കിരുന്നു. സമയം കുറെ കഴിഞ്ഞിരുന്നു. അപ്പോഴും കണ്ണൻ വന്നിട്ടുണ്ടായിരുന്നില്ല. യാമി, മതി. എനിക്ക് ഇനി അവളെ വേദനിപ്പിക്കാൻ കഴിയില്ല. മാറ്, എനിക്ക് പോണം. എന്നാ ഞാനും വരാം. വേണ്ട. മാറോ. എന്താ എന്തു പറ്റി? പോകരുതന്നെ. എന്തിനിപ്പോ ഇങ്ങോട്ട് വന്നേ? ആര് കാണാനാ? നീയല്ല എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. ഈ പാതിരാത്രിക്ക് ഞാൻ ആരും ഇങ്ങോട്ട് വിളിപ്പിച്ചിട്ടില്ല. അത് യാമി. പോയിക്കോ എന്റെ മുന്നീത്. അതിന് പറയാന്ന് പറഞ്ഞ കാര്യം പറ. അത് കേട്ടിട്ട് ഞാൻ പോയിക്കോളാം. എനിക്ക് തന്നോടൊന്നും പറയാനില്ല. പോ, എന്റെ മുന്നീന്ന് പോ. എനിക്കറിയാം നിനക്ക് എന്നെ ഇഷ്ടം. നിന്നെ നാവീസത് കേൾക്കാതെ ഞാൻ പോവില്ല. എനിക്ക് തന്നെ ഇഷ്ടമല്ല. പോ, എനിക്കാരെയും കാണണ്ട. ഞാൻ കാരണ ഇങ്ങനൊക്കെ സംഭവിച്ചത്. എന്നാണ് നീ ഒന്നും മിണ്ടാത്തെ? എന്നെ ഒന്ന് വഴക്കെങ്കിലും പറയടാ. പിന്നീടുള്ള ദിവസങ്ങളിൽ അവൻ അവളെ കാണാനും സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴൊക്കെ അവൾ അവിടെ നിന്നും ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഇതൊക്കെയും അമ്മയും മുത്തശ്ശിയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പതുക്കെ അവൻ അവളെയും തിരക്കിയുള്ള വരവും കുറഞ്ഞു വന്നു. അത് അവളെ പിന്നെയും വേദനിപ്പിച്ചു. അങ്ങനെ ഒരു ദിവസം എന്നോട് പിണക്ക ഞാൻ എന്റെ കല്യാണം ക്ഷണിക്കാവുന്നതാ. വരൻ സൂര്യ. ആള് രണ്ടല്ല ഡോക്ടറാ. കല്യാണം കഴിഞ്ഞ നേരെ അങ്ങോട്ട് പോവും. കണ്ണേട്ടനതിന് ഡോക്ടറാണോ? അല്ലല്ലോ. അയ്യോ, ആ സൂര്യ അല്ല, ഇത് സൂര്യജിത്ത്. ഞാൻ ജിത്തുവിനെ വിളിക്കും. 7 വർഷത്തെ പ്രണയ. വീട്ടിലാരും സമ്മതിക്കില്ലായിരുന്നു. ഒക്കെ റെഡിയാക്കി തന്നത് എന്റെ കണ്ണേട്ടനാ. എന്ത് കഷ്ടാ നോക്കണേ. നീ അവനോട് മിണ്ടാത്തോണ്ട് അവൻ എന്നോട് പോലും മിണ്ടുന്നില്ല. ആദ്യം അവനെ കല്യാണം വിളിക്കണമെന്നായിരുന്നു എനിക്ക്. ഇപ്പൊ ഇങ്ങനൊരു സാഹചര്യത്തിൽ അവന്റെ ഭാവി ഭാര്യേനെ വിളിക്കുന്നതെന്നല്ലെന്ന് എനിക്ക് തോന്നി. അപ്പോളേ ഞാൻ എന്നാ പോയേക്കുവാ. അവന്റെ കാവലൊരു നിരാശ കാമുകനെ പോലെ ഇരിപ്പുണ്ട്. ചെല്ല്,
ചെന്ന് പിടക്കം മാറ്റി രണ്ടാളും മര്യാദയ്ക്ക് കല്യാണത്തിന് വന്നേക്കണം, കേട്ടല്ലോ? ഞാൻ വിചാരിച്ചു സോറി, സോറി, ഞാൻ അറിയാതെ. സോറി. കുട്ടിക്കാലം മുതലുള്ള തീരെ പ്രണയാണ് എനിക്ക് നിങ്ങളോട്. കാണാൻ എത്ര തവണ കൊതിച്ചെന്നറിയോ? അന്ന് ആ പ്രശ്നത്തിന് ശേഷം ഞാൻ അനുഭവിച്ചതിന്റെ ആഴം ആർക്കും അറിയില്ല. കണ്ടിട്ടല്ലാതെ വേറൊരു ജീവിതം വേണ്ട എനിക്ക്. നിങ്ങളെന്റെ ജീവനാണ്, എന്റെ പ്രാണനാണ്. പാർവതിയുടെ പൂർണ്ണതയ്ക്ക് കാരണം ശിവനാണെങ്കിൽ, അളവൊക്കെ പൂർണ്ണമാണെങ്കിൽ ഈ സൂര്യകൃഷ്ണൻ തന്നെ വേണം. ദേവിട്ടാ, പേടിക്കാനൊന്നുമില്ല. മോൻ വേഗം കൊണ്ടുവന്ന് എത്തിച്ചോണ്ട് രക്ഷപ്പെട്ടു. ആള് മയക്കത്തില്ല, കുറച്ചു നേരം വിശ്രമിച്ചോട്ടെ. സൂര്യകൃഷ്ണൻ അല്ലേ? അതെ. നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിന്റെ പഴക്കത്തെ പറ്റി അറിയോ? 300 വർഷം എന്തോ അല്ലേ? മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ. അന്നു മുതൽ ഇന്ന് വരെയും അവയ്ക്കൊന്നും ഒരു കേട് സംഭവിച്ചിട്ടില്ല. അന്ന് ആ അമ്പലത്തിന്റെ പണി നടക്കുമ്പോ എന്റെ മുന്നിൽ നിൽക്കുന്ന ഈ സൂര്യകൃഷ്ണനും ദാ ആ കിടക്കുന്ന മാളവികയും അന്നുണ്ടായിരുന്നു. എന്ത് വിശ്വാസം പറഞ്ഞിട്ടില്ലല്ലേ? വരൂ, പറയാം. ദാ ഇതാണ് ശിവകാശി. ഭയങ്കര ധൈര്യശാലിയായിരുന്നു. ഇത് അവന്തികാദേവി. പേര് പോലെ തന്നെ അവളും ഒരു ദേവി തന്നെയായിരുന്നു. ഇവരുടെ പ്രണയം നാടെങ്ങും അറിയാവുന്നതായിരുന്നു. ഇതാണ് അരുന്ധതി. ശിവ മറ്റൊരാളുടെ സ്വന്തമാണെന്ന് അറിഞ്ഞിട്ടും അവൾ അവനെ സ്നേഹിച്ചു. ആ സ്നേഹം പിന്നീട് ഭ്രാന്തമായി മാറി. അവിടെ നിന്നായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം. ശിവ പലതവണ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷെ അവൾക്ക് വാശിയായിരുന്നു. അവന്തികയുടെ സ്ഥാനത്ത് എനിക്ക് മറ്റൊരു പെണ്ണിനെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ഒടുക്കം അവൾ അവന്തികയെ കൊല്ലാൻ തീരുമാനിച്ചു. അന്നൊരു ഉത്സവ ദിവസമായിരുന്നു. അന്ന് അവന്തികയുടെ പരിപാടി ഉണ്ടായിരുന്നു. എന്റെ കോലെന്തേ? ഞാൻ എടുത്തില്ല. കൃഷ്ണ, നീ അത് എടുത്തില്ലായിരുന്നോ? ഞാൻ ഓടിപ്പോയി എടുത്തിട്ട് വരാം. അവന്തിക നിക്ക്, ഞാൻ എടുത്തോണ്ട് വരാം. ശിവന്റെ പാതി അവന്തിക. അവന്റെ ഒരേ ഒരു പാതി അത് ഈ അരുന്ധതിയാണ്. അരുന്ധതി മാത്രമാണ്. ഇത് കുറെ നേരമായല്ലോ. എന്നെ കൊന്നാലും ശരി, അവന്റെ പാതി നിന്നെയാകാൻ ഞാനെന്നല്ല, സാക്ഷാത് പരമശിവൻ വിചാരിച്ചാൽ പോലും നടക്കില്ല. എത്ര ജന്മം ജനിച്ചാലും ശിവകാശിയുടെ ഒരേ ഒരു പാതി അത് അവന്തിക മാത്രമായിരിക്കും. ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. അരുന്ധതി അവന്റെ കുത്തിക്കൊല്ലുന്നത് കണ്ടുകൊണ്ടായിരുന്നു അവന്റെ വരവ്. കണ്ടപാടെ അവൻ അവളെ തള്ളി മാറ്റി. അവൻ അവന്തികയുടെ അടുത്തേക്കായി ചെന്നു. അപ്പോഴേക്കും അരുന്ധതി അവിടെ നിന്ന് എഴുന്നേറ്റിരുന്നു. അവൾ വീണ്ടും അവളെ കൊല്ലാൻ നോക്കി. പക്ഷെ ആ കുത്തേറ്റത് ശിവയ്ക്ക് നേരെയായിരുന്നു. ചോരയിൽ കുളിച്ച് നിൽക്കുന്ന ശിവയെ കണ്ട് അവൾ അവിടെ ഇരുന്നാലറി താൻ അത്രമേൽ സ്നേഹിച്ച ആളെ
തന്റെ കൈകൊണ്ട് കൊന്നു എന്നോർത്തപ്പോ അവളുടെ മാനസിക നില തെറ്റി. ശിവ ശിവ കണ്ണുകൾക്ക് ശിവ. ഇല്ല, ശിവയില്ലാത്ത ലോകത്ത് ഞാൻ നിൽക്കില്ല. നമ്മൾ വീണ്ടും പുനർജനിക്കും. അന്ന് ശിവന്റെ പാതി അനന്തന്റെ മാത്രമായിരിക്കും. അനന്തയുടെ മാത്രം. അന്ന് അവൾ അവളുടെ ജീവൻ ഒരു കൊക്കെ കൊണ്ട് അവസാനിപ്പിച്ചു. ശിവകാശി ഇന്ന് സൂര്യകൃഷ്ണനായും അവന്തിക മാളവികയും ജനിച്ചു. എന്താ, പേടിയാകുന്നുണ്ടോ? ഇല്ല, ഇതൊക്കെ പറഞ്ഞു കേട്ടപ്പോ ഞാൻ വേറെന്തോ ലോകത്തായ പോലെ. എനിക്കറിയില്ല. ഇതൊക്കെ ആ കുട്ടിക്കറിയാം. അതുകൊണ്ടാ നാളിത്രയും അവൾ തനിക്ക് വേണ്ടി കാത്തു നിന്നത്. അല്ല, അപ്പോ ആ അരുന്ധതി അവളും ജനിച്ചു. നിങ്ങൾ അവളെ കാണുകയും ചെയ്തു. എപ്പോ? മനുഷ്യനായിട്ടല്ല, പാമ്പായി. ഇന്ന് മാളവിയെ കൊല്ലാൻ നോക്കിയത് അവളാണ്. പേടിക്കണ്ട. ശിവപാർവതിമാരുടെ നാടുകളിൽ ജനിച്ചവരാ നിങ്ങള്. അവൾക്കെന്നല്ല ഒരു ശക്തിക്ക് നിങ്ങളെ വേർപിരിക്കാൻ കഴിയില്ല. അമ്മ. കണ്ണ, നീ ഇതെവിടെയാ? ഉണ്ണി കണ്ണു തോന്നോ? നിന്നെ അന്വേഷിക്കുന്നു. ഞാൻ വരുന്നു. നീ കയറി ചെന്ന് സംസാരിക്കേ. മാളു, പേടിച്ചിരുന്നു. എന്നാ ഇപ്പൊ അതില്ല. കഴിഞ്ഞ ജന്മത്തിലോ നമുക്ക് ഒന്നിക്കാൻ കഴിഞ്ഞില്ല. ഈ ജന്മത്തിനെങ്കിലും നമുക്ക് ഒന്നിക്കണ്ടേ? കരയണ്ട. നമ്മുടെ പ്രണയം തുടങ്ങിയത് ഈ നാട്ടിൽ തന്നെയാ. ഇനിയുള്ള കാലവും നമ്മൾ ഇവിടെ തന്നെ ജീവിക്കും. സൂര്യകൃഷ്ണനും മാളവികയായിട്ടല്ല, ശിവകാശിയും അവന്തികയായിട്ട്. അപ്പോ കെട്ടുകഴിഞ്ഞ രണ്ടാൾ അമേരിക്കയിലേക്ക്? ഇല്ല, ഞങ്ങൾ അങ്ങോട്ടും ഇല്ല. അതെന്നാ, നീ തന്നെയല്ലേ ഇതൊക്കെ പറഞ്ഞത്? ഇപ്പൊ എന്തൊരു മാറ്റം? എനിക്ക് ഇവക്കും ഈ നാടും വീടും വിട്ട് എങ്ങും പോകാൻ കഴിയില്ല. മുത്തശ്ശിക്ക് സന്തോഷായി. അല്ലേതും അമേരിക്കയിലൊക്കെ പോയിട്ട് എന്തിനാ? നാട് തന്നെയായിരുന്നു നല്ലത്. ശീലാമേ, കണ്ണേട്ടനെ കണ്ടായിരുന്നോ? അവന്താ കുളക്കടയിൽ ഇരിപ്പുണ്ടല്ലോ. കുറെ പെൺകുട്ടികളുണ്ട് കൂടെ. ഇന്ന് എല്ലാത്തിനും അവസാനം എന്റെ കൈ കൊണ്ടായിരിക്കും. നോക്കിക്കോ. കണ്ണേട്ടാ, ഓടിക്കോ. കണ്ണേട്ടന് രാഗം വരുന്നുണ്ടേ. അയ്യോ, ഓടിക്കോ. എന്റെ അടുത്ത് രക്ഷപ്പെടാന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. സത്യം പറഞ്ഞു. എന്തായിരുന്നു ഇവിടെ? അത് പിന്നെ അതിപ്പോ ഞാൻ എങ്ങനെയാ പറയാ? അതും ഈ കുട്ടികളുടെ മുന്നിൽ വെച്ച്. കണ്ണേട്ടൻ വിഷമിക്കണ്ട, ഞങ്ങള് പറഞ്ഞോളാം. എന്നാൽ എന്റെ ഉണ്ണിമായച്ചി ഒരു ഉണ്ണിക്കണ്ണ് വരുന്നുള്ള കാര്യം ഞങ്ങള് മറച്ചു വെച്ചില്ലേ? ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാണ് ഞങ്ങൾ കണ്ണേട്ടന്റെ അടുത്ത് വന്നത്. അല്ല ഉണ്ണിമായച്ചി, അകത്തുള്ളത് ഉണ്ണിക്കണ്ണനോ അതോ ഉണ്ണിമായോ? അല്ലൊരു അത്ഭുതം. ഓടിക്കൊല്ലണോ? അയ്യോ, അപ്പ ഉണ്ണിക്കണ്ണൻ തന്നെ. വെയിറ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങളെല്ലാവരും മെഹബൂബയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം. ഒരുപാട് മാസങ്ങളായി. ഞാൻ എത്ര മാസം എടുത്തു എന്ന് എനിക്ക് തന്നെ അറിയില്ല. നിർത്തിയിട്ടൊന്നുമില്ല. എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വന്നു. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതിരുന്നത്.
പാതി ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചേക്കുക, ഇനി പകുതി കൂടെ ഉണ്ട്, അതെനിക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഈ ഒരു വൺ ഷോട്ട് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചത് കൊണ്ട് എനിക്ക് പിന്നെ ബാക്കി കുറച്ചുകൂടെ ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ എനിക്ക് ഓക്കെ എന്ന് ഞാൻ കണ്ടപ്പോൾ ഞാൻ വേഗം ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഓക്കെ, എനിവേസ് മെഹബൂബ് എനിക്കിപ്പോഴും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ഓക്കെ ആയിട്ടില്ല, ഓക്കെ ആകുന്നതേ ഉള്ളൂ. ഞാൻ ഓക്കെ ആകുന്നോടം വരെ എനിക്ക് മെഡിസിൻ കഴിക്കണം, അങ്ങനെയൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പം ഞാൻ ഇപ്പോൾ സംസാരിക്കുന്ന തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിയാണ്. ഞാനിപ്പോൾ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ശ്വാസം മുട്ടും, എനിക്ക് അത്രയ്ക്ക് വയ്യാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കത് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതിരുന്നത്. എന്തായാലും ഉറപ്പ് പറയുകയാണ്, പാതിക്ക് വെച്ച് ഞാൻ നിർത്തില്ല. ഞാൻ നേരത്തെ നിങ്ങൾക്ക് വാക്ക് തന്നിട്ടുള്ള കാര്യം, ഞാൻ പ്രോമിസ് ചെയ്തതാണ് ഞാൻ ഒരിക്കലും നിർത്തില്ല എന്ന്. അപ്പോൾ ഇതെന്തായാലും കണ്ടിന്യൂ ചെയ്യും. അപ്പോട്ടിനെ മീനൂട്ടീനെ ഞാൻ പുനർജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ അവരെ ഒന്നിപ്പിച്ചിട്ടേ ആ FF നിർത്തുള്ളൂ. അതുകൊണ്ട് ആ ഒരു വിഷയത്തെ ഓർത്ത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഞാൻ കണ്ടിന്യൂ ചെയ്തിരിക്കും. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ബൈ.